Praise the Lord and good evening. I want to welcome you to session number 8 of our Bible study, the role of Holy Spirit in Christian life. I'm going to just briefly mention where we stopped with the last session. We started with 10 points about Holy Spirit in Jesus Christ in different parts of his life. We looked into that, and then Pastor Xavier started speaking about the 10 symbols of Holy Spirit. In fact, yesterday he spoke about only 3 symbols. He spoke about the dove, he spoke about the fire, and he spoke about the wind. I'm sure that he's going to take over from here. So tonight, without much more time, I want to invite Pastor Xavier to the Zoom platform. Pastor, the floor is yours. Please take it away. Thank you. Thank you so much. Can you hear me? Can you hear me? Yeah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൽ വളരെ പ്രിയനെന്ന് മാത്രമല്ല, എനിക്ക് വളരെ വാത്സല്യം ഉള്ള പാസ്റ്റർ ഷിബു ചെറിയൻ, പാസ്റ്റർ ടി വി സക്രിയ, ഈ പ്ലാറ്റ്ഫോമിലുള്ള മറ്റ് ദൈവദാസന്മാർ, മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കും. ഞാൻ നിങ്ങളോട് കൂടെ ചേരുവാൻ അല്പം വൈകിയതിൽ ക്ഷമയോദിക്കുന്നു. ഐ ജസ്റ്റ് ലാൻഡഡ്, ഫ്ലൈറ്റ് ലേറ്റ് ആയിപ്പോയി. വീട്ടിൽ വന്ന് കയറി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരികയായിരുന്നു. ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് പ്രേ ഫോർ മൈ ഹെൽത്ത് സോ ദാറ്റ് ഐ ക്യാൻ travel and minister more, because days are much less. ദിവസങ്ങൾ വളരെ കുറവാണ്. കർത്താവിൻ്റെ വരവ് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാ കർത്താവ് വരുന്ന എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് വയസ്സായി തുടങ്ങി. അതുകൊണ്ട് ഏത് ദിവസവും മരിക്കാൻ ഞാനിങ്ങനെ റെഡി ആയിരിക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ലഭിക്കുന്ന റെസ്പോൺസസിനായി, ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസസിനായി ഞാൻ കർത്താവിനെ വളരെ സ്തുതിക്കും. I truly admire every one of you for your passion to learn. പ്രൊഫസർ റാണി ഞാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ജോൺ 14:15-16 എവിടെയൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എഴുതി എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു വന്നു. ഐ വാസ് സോ മൂഡ്. I was telling to Atlanta Church of God the same statement I made to you. You should be saturated with the word of God. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ജയത്തിൻ്റെ ഒരു കാരണം താൻ വചനം കൊണ്ട് സാച്ചുറേറ്റഡ് ആയി. പിശാചിനെ കർത്താവ് നേരിട്ടത് അലറി വിളിച്ചൊന്നുമല്ല. നമുക്കങ്ങനെ ഓരോ ധാരണയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഭയങ്കര ഒച്ച ഉണ്ടാക്കണമെന്നൊക്കെ. അതൊക്കെ നമ്മുടെ വെറും ജാർഗൺസ്. കർത്താവ് വളരെ ശാന്തനായിട്ടാണ് പിശാചിനോട് സംസാരിച്ചത്. കാരണം ശബ്ദമൊന്നും ഉണ്ടാക്കിയാൽ ഓടിപ്പോകുന്ന ആളൊന്നുമല്ല പിശാച്. നമ്മുടെ ശബ്ദം കൊണ്ടല്ല നാം പിശാചിനെ ജയിച്ചു. കർത്താവ് പിശാചിനെ ജയിച്ച് നമുക്കറിയാം. എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ തോന്നുന്നു. മരുഭൂമിയിലെ കർത്താവിൻ്റെ പിശാചിനോടുള്ള ജയം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതിൻ്റെ ഇംഗ്ലീഷ് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ജഡമോഹം, lust of the eyes, fleshly desire, and the pride. These are the 3 areas where every Christian needs to fight and overcome. മറക്കരുത് നിങ്ങൾ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാത്തലിക് പ്രീച്ചറുണ്ട്. വളരെ ഇഷ്ടമാണ് എനിക്ക് ആ മനുഷ്യനെ. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറയും. ഒരു സന്യാസിയാണ്, ഒരു കപ്പുച്ചിൻ സന്യാസിയാണ്. അദ്ദേഹത്തിന്റെ തിരുവെഴുത്തിന്റെ ഇൻസൈറ്റ് ഒക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. കർത്താവിന്റെ 7 മൊഴികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം.
ഇതിലദ്ദേഹം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണേ എന്നുള്ള കർത്താവിൻ്റെ 7 മൊഴികളിലെ ആദ്യത്തെ മൊഴിയായ മാപ്പ്. your heart should fill with forgiveness. ഈ കർത്താവിന് forgive ചെയ്യാൻ കഴിഞ്ഞത് കർത്താവിൻ്റെ അകത്ത് പ്രൈഡ് ഇല്ലാഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ അകത്ത് പ്രൈഡ് ഇല്ലാതായാൽ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയും, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും. എനിക്ക് എപ്പോഴും അത്ഭുതമാണ്, നമ്മുടെ പ്രാക്ടിക്കലായിട്ടല്ലേ നമ്മളിത് പഠിക്കേണ്ടത്. യേശു എങ്ങനെയാണ് ഈ യൂദായെയൊക്കെ കൊണ്ടു നടന്നത്? He was aware this man is going to betray me. Still he loved him. അതാ കർത്താവിൻ്റെ ആ ഹൃദയം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളോട് ഒരാള് ഞായറാഴ്ച സഭായോഗത്തിനൊന്നും മിണ്ടിയില്ലെങ്കിൽ നമുക്ക് പരിഭവമാണ്. അയാൾ എന്നോട് മിണ്ടിയില്ല. We are far away from Christ likeness. I am very sorry to say this. We are very far from Christ likeness. പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന ജോലി, നമ്മൾ പിന്നാലെ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും, നമ്മെ ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്ക് വളർത്തുകയാണ്. ക്രിസ്തു മനസ്സുള്ളവരാക്കി നമ്മെ മാറ്റാനുള്ള കാറ്റലിസ്റ്റാണ് പരിശുദ്ധാത്മ. അതിൻ്റെ 3 ഘടകങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. കളങ്കരഹിതരായിരിക്കുക. പത്രോസിന്റെ ലേഖനത്തിൽ കളങ്കമില്ലായ്മയ്ക്കൊരു നല്ല നിർവചനമുണ്ട്. 1 പത്രോസ് 1:22 ആ പ്രയോഗമെന്നാണ് എൻ്റെ ഓർമ്മ. വായിക്കണ്ട, മോളൊന്ന് നോക്കിയേക്കും. സഹോദരപ്രീതി നിർവ്യാജമായിരിക്കട്ടെ. നിർവ്യാജമായ സഹോദരപ്രീതി. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ അർത്ഥം? എന്ന് പറഞ്ഞാൽ മനുഷ്യർ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് ലാഭം നോക്കിയ. ഇപ്പൊ ഒരു ലാഭവും ഇല്ലാത്ത, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാളെ സ്നേഹിക്കുക. എന്നെ പ്രസംഗിക്കാനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എനിക്ക് പ്രസ്ഥാനത്തിലെ വലിയ പദവിയൊന്നുമില്ല. എന്നെ വിളിച്ചതുകൊണ്ട് ഒരു ഭൗതികമായ ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ലൈഫ് പ്രിൻസിപ്പിൾ ആയിരിക്കണം നമ്മുടെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് നിർവ്യാജമായിരിക്കണം. സക്കറിയ പാസ്റ്റർ എന്നെ വീട്ടിൽ വിളിച്ച് ഞാൻ വിചാരിച്ചു, എന്നെ എന്തിനാ അദ്ദേഹം വിളിക്കുന്നത്? ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഗെയിൻ എനിത്തിങ് ഔട്ട് ഓഫ്. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ ലാഭം നോക്കിയല്ല നസ്രയൻ സൂക്ഷിച്ചത്. അത് അവിടുത്തെ ഹൃദയം കളങ്കരഹിതമായിരുന്നു. അതാണ് പ്രാവ്. രണ്ടാമത് നാം പറഞ്ഞത് തീയ അല്ലേ? തീയല്ല, അഗ്നിയല്ലേ പറഞ്ഞു? അതെ. അതിനെ 3 ഫാക്ടേഴ്സ് പറഞ്ഞു. അതൊന്നും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. തീയുടെ 3 പ്രധാന ഘടകം അഥവാ 3 ഫങ്ഷൻ. ഒന്ന്, അത് ദഹിപ്പിച്ചു കളയും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ അഴുക്കിനെ ദഹിപ്പിച്ചു കളയും. പരിശുദ്ധാത്മാവ് വാസ്തവമായ ഒരു മനുഷ്യനിൽ വർക്ക് ചെയ്യാൻ അനുവദിച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ അഴുക്ക് മുഴുവനും ഉരുകിത്തീരും. What a joyous life is it. അടുത്ത എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ദഹിപ്പിക്കും, ശുദ്ധീകരിക്കും, വിശുദ്ധീകരിക്കും. സാങ്ക്ടിഫയിങ് പ്രോസസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് നവീകരിക്കും, റിന്യൂ ചെയ്യും. തീയുടെ ഫങ്ഷൻസ്. മൂന്നാമത്തെ സിമ്പൽ നാം പറഞ്ഞത് കാറ്റാണ്. അത് പരിശുദ്ധാത്മ സാന്നിധ്യത്തെ കാണാൻ കഴിഞ്ഞെന്നു വരില്ല, എന്നാൽ അനുഭവിച്ചറിഞ്ഞ് കഴിയാൻ കഴിയും.
അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം മനസ്സിൽ വരാം, എങ്കിൽ ആക്സ് 2-ൽ കണ്ടല്ലോ. ഞാൻ അതിന് വിശദീകരണം വളരെ കൃത്യമായി ഒരു ക്ലാസ്സിൽ പറഞ്ഞു. വാട്ട് transpired, what occurred in Acts 2 was a unique, never repeating experience. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്നത് മാനവ ചരിത്രത്തിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തൊരു കാര്യം, ഒരിക്കലായി നടന്നത്. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. അപ്പം കാറ്റിന്റെ 3 ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു. ശക്തിയും ചലനവും ബലവും നൽകും. ഇറ്റ് സ്ട്രെങ്തൻസ്, ഇറ്റ് ഗിവ്സ് പവർ, ഇറ്റ് ഗിവ്സ് മൂവ്മെന്റ്, മോഷൻ. ഇവിടെ ക്രിസ്തീയ ജീവിതം ചലനരഹിതമാകുന്നത്. ചലനരഹിതമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ യഥാർത്ഥ അർത്ഥം സജീവമാകാതിരിക്കുന്നത്. You feel dead inside. You don't feel any joy in worship. You don't feel any joy in reading the scripture. You don't feel any joy in meeting a co-believer. അതാണ് ചത്തുപോവുക എന്ന്. യഥാർത്ഥ പരിശുദ്ധാത്മ ഇടപെടലുള്ള ഒരാൾക്ക് കൂട്ടുവിശ്വാസിയെ കാണുമ്പോഴുള്ള ഒരു ആനന്ദം, കാണാനുള്ള ഒരു ആഗ്രഹം, അത് കത്തിക്കൊണ്ടിരിക്കും. മനസ്സിലാക്കുക, ലോൺ ലൈഫ് അല്ല ക്രിസ്ത്യൻ സ്പിരിച്വൽ ലൈഫ്. ഇതൊരു ഫണ്ടമെന്റലായ വ്യത്യാസമാണ് ക്രൈസ്തവതയും മതാത്മകതയും തമ്മിൽ. Christianity and religiosity, rather spirituality and religiosity. മറ്റു മതസ്ഥരായ ആളുകൾ, ഇന്ത്യയിലെ സന്യാസിമാർ ഹിമാലയത്തിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, 40-50 കൊല്ലമൊക്കെയാണ് ഒറ്റയ്ക്ക് ഹിമാലയത്തിൽ പോയി തപസിരിക്കുന്നത്. ഒറ്റയ്ക്ക്, ഒരു മനുഷ്യരുമായി ബന്ധമില്ലാത്ത. ക്രിസ്ത്യാനിത്വം അതല്ല. മനുഷ്യരുടെ ഇടയിൽ പാർത്ത്, പാപത്തിന്റെ നടുവിൽ പാർത്ത്, പാപത്താൽ സ്പർശിക്കപ്പെടാത്തവനായിരുന്നു നസ്രയനായ യേശു ക്രിസ്തു. I tell you, he was a people man. A Christian should be a people man. എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, I was a very lonely boy. എൻ്റെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പോലും വരത്തില്ല. വളരെ വിരളമായി മാത്രം മനുഷ്യരോട് വർത്താനം പറയുന്നു, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ ആരംഭിച്ചപ്പോൾ, my whole life changed. പ്രിയപ്പെട്ടവരെ, ചലനാത്മകമായ ക്രൈസ്തവ ജീവിതം, സജീവമായ ക്രൈസ്തവ ജീവിതം, നമ്മുടെ വീട്ടിൽ ഒരു വിശ്വാസി വരുന്ന നമുക്ക് വലിയ ആനന്ദമായി മാറും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ലൂദിയയുടെ ഹൃദയം ദൈവം തുറന്നപ്പോൾ അവളുടെ വീട് തുറക്കുക. ഉപദേശി ഞാൻ അങ്ങോട്ട് വന്നോട്ടെ നല്ല ചോദിച്ചത്. ലൂദിയ ഉപദേശിയോടാ പറഞ്ഞത്, വന്ന് എൻ്റെ വീട്ടിൽ പാർക്കാതിരിക്കരുതേ എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഐ വോണ്ട് ടു ആസ്ക് യു, 2023 നിങ്ങൾ എത്ര ദൈവദാസന്മാർക്ക് ഒരു നേരമെങ്കിലും ഊണ് കൊടുത്തിട്ടുണ്ട്? എത്ര ദൈവമക്കൾക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുത്തു 2023? ഇതൊന്നും ചെയ്യാത്ത ക്രിസ്ത്യാനിത്വമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ. ഓണർ വൺ അനദർ, റെസ്പെക്ട് വൺ അനദർ. അതിഥി സൽക്കാരം മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്നാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ചലനാത്മകമായൊരു ക്രിസ്തീയ ജീവിതം. Let 2024 be an active, live, moving,
Christian life that you are going to enjoy. എന്നൊരു ദൂതായി പറയുകയാണ് ഞാൻ ഇന്ന് രാത്രി. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ 2024 ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, ഇതുവരെ അനുഭവിക്കാത്ത ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന, ഇതുവരെ അനുഭവിക്കാത്ത ചൈതന്യം അനുഭവിക്കുന്ന, ഇതുവരെ അനുഭവിക്കാത്ത വചന വെളിപ്പാട് ലഭിക്കുന്ന, ഇതുവരെ അനുഭവിക്കാത്ത ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന, ഇതുവരെ വെട്ടിപ്പിടിക്കാത്ത ഇടങ്ങൾ വെട്ടിപ്പിടിക്കുന്ന, ഇതുവരെ കീഴടങ്ങാത്ത ചില ഗോലിയാത്തുമാരെ വീഴിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. നിങ്ങളുടെ എല്ലാം ജീവിതം ചൈതന്യപൂർണമായി തീരട്ടെ, സജീവമായി തീരട്ടെ. കാറ്റ് അതാണ് കാണിക്കുന്നത്. 4ാമത്തെ പാഠം, പരിശുദ്ധാത്മാവിന്റെ 4ാമത്തെ സിംബൽ വെള്ളം, ജലം. ജലം അല്ലെങ്കിൽ വേണമെങ്കിൽ നദി എന്ന് വേണമെങ്കിൽ എഴുതാം. മൂവിങ് വാട്ടർ ആണ്. മൂവിങ് വാട്ടർ, വെറുതെ ജലം എന്ന് പറയാൻ പറ്റത്തില്ല. നദി എന്ന് പറയുമ്പോൾ ഇറ്റ് മൂവ്സ്. യോഹന്നാൻ 7:38-39 കൃത്യമായ നിർവചനമാണ് കർത്താവ് നൽകിയത്. വായിക്കാമോ മോളെ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ കർത്താവിന്റെ ഈ വാക്കൊക്കെ നമുക്ക് എന്തൊരു രോമാഞ്ചമാണ്. I love these verses of the Lord. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എന്താണ്? തിരുവെഴുത്ത് പറയുന്നത് പോലെ. ഇപ്പൊ കർത്താവ് പഴയ നിയമത്തെ ഉദ്ധരിക്കുകയാണ്, മറന്നു പോകരുത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ. അതിന് ഞാൻ പ്രായോഗികമായി പെട്ടെന്നൊരു കാര്യം പറയാം. പഴയ നിയമം പഠിപ്പിക്കരുത്, പഴയ നിയമം വായിക്കരുത്, പഴയ നിയമം കീറിക്കളയണം എന്ന് പറയുന്ന കുറെ ആളുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എഴുന്നേറ്റിട്ടുണ്ട് പ്രസംഗകരായിട്ട്. ന്യൂ ജനറേഷൻ പ്രീച്ചർ എന്നാണ് അവരെ വിളിക്കുന്നത്. അങ്ങനൊരു ജനറേഷൻ വേദപുസ്തകത്തിൽ ഇല്ല. ദാറ്റ് ഈസ് എ റോങ് നോമൻക്ലേച്ചർ. ന്യൂ ജനറേഷൻ ചർച്ച് എന്നത് അങ്ങനൊരു നോമൻക്ലേച്ചർ തെറ്റാണ്. The scripture does not allow such a nomenclature. The scripture does not allow such type of a preacher. വേദപുസ്തകം പറയുന്ന പ്രസംഗകൻ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവൻ. ഇപ്പൊ കർത്താവ് തിരുവെഴുത്ത് ഉദ്ധരിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനത്തെയാണ് കർത്താവ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യമാണ് വായിച്ച മോളെ. അടുത്ത വാക്യം നമ്മുടെ ഹൃദയം തണുപ്പിക്കും. അത് അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആർക്ക്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള. ഈ അന്യഭാഷ പോലത്തെ, അന്യഭാഷയെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ടങ്സ് പോലെ തോന്നിക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന പല മതങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ ചില പ്രത്യേക ഗ്രൂപ്പുകൾ അവരുടെ ആരാധന നടത്തുമ്പോൾ അന്യഭാഷ പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെയ്യുന്നത്. മുസ്ലിം സ്നേഹിതന്റെ വീട്ടിൽ ഞാൻ കോളേജിൽ പഠിക്കും കാലം ഹൈന്ദവരുടെ ഇടയിൽ ചില പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്. അവരും അന്യഭാഷ, അതായത് അവർ സംസാരിക്കുന്ന ഭാഷയല്ലാത്ത മറ്റു ഭാഷകൾ പറയുന്നത് കേൾക്കാൻ കഴിയും. ചുരുക്കത്തിൽ
മറ്റു മതങ്ങളിലും വ്യത്യസ്തമായ ശബ്ദങ്ങൾ നൽകുന്ന രീതികളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ശബ്ദമാകണമെന്നത് തിരിച്ചറിയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. നിങ്ങൾ ആ വാക്യം കാണാപാഠം പഠിക്കണം. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പൗലോസ് ഇത് കൃത്യമായി മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദം 1 കൊരിന്ത്യർ 12:13, 1 Corinthians 12:13. നിങ്ങൾ ഈ റെഫറൻസ് എഴുതിയൊക്കെ എടുത്തിട്ട് നിങ്ങൾ പിന്നീട് വായിച്ചോണം. എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇംഗ്ലീഷ് വായിക്കാമോ ആ വാക്യം? ജിലു ഇംഗ്ലീഷ് ബൈബിളും കൂടെ അടുത്ത് തുറന്നു വെച്ചിട്ടുണ്ടോ? ഈ ജിലു എന്ന കുഞ്ഞ് എനിക്ക് പ്രിയപ്പെട്ട ഒരു ദൈവദാസന്റെ മോളാണ്. വായിച്ചാട്ടെ മോളെ. 1 Corinthians 12:13. ആരെങ്കിലും ഇംഗ്ലീഷ് ഉള്ളവർ വായിച്ചു. For in one spirit we were all baptized into one body, Jews or Greeks, slaves or free, and all were made to drink of one spirit. Made to drink of the spirit, by the spirit, in the spirit എന്നിങ്ങനെ 3 തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. അത് പഠിപ്പിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ ഞാനത് പഠിപ്പിക്കാം. ഓഫ് ദ സ്പിരിറ്റ്, ബൈ ദ സ്പിരിറ്റ്, ഇൻ ദ സ്പിരിറ്റ്. ഇത് 3 കാര്യങ്ങളാണ്. ഒരു റെഫറൻസ് വാക്യം കൂടെ എഴുതാം. എസെക്കിയേൽ 47:5. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒത്തിരി പ്രസംഗം കേട്ടുള്ളതാണ്. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. അരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ. ഇതിനൊരു പാഠം പറയാം. ഞാൻ നിങ്ങളോട് ഉപയോഗിച്ചില്ല. ഇന്റർപ്രിട്ടേഷൻ പറയുമ്പോൾ സ്പെക്യുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ, കോണ്ടെക്സ്റ്റൽ ഇന്റർപ്രിട്ടേഷൻ, ക്യുമുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. കുറേ വർഷം മുമ്പ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പുകൾ വളരെ സജീവമായിരുന്ന കാലത്ത് എറണാകുളത്തൊരു വലിയ പന്തലിട്ടൊരു വലിയ യോഗം ഈ കൂട്ടർ നടത്തി. എറണാകുളത്തെ കലൂർ സ്റ്റേഡിയത്തിൽ. ഞാൻ ഇത്തരം ആളുകളെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല. ഞാൻ അവരുടെ മീറ്റിങ്ങുകൾ നടക്കുന്നിടത്ത് പോകാറുമില്ല. അപ്പൊ എൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു സ്നേഹിതനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, നമ്മൾ ഈ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ നിഗമനങ്ങൾ എത്തരുത്. ഇവിടെ എന്താ നടക്കുന്നത് നമുക്കൊന്ന് പോയി കാണാം. പക്ഷെ ഞാൻ ആ സ്റ്റേഡിയത്തിനകത്ത്, ആ പന്തലിനകത്ത് ഞാൻ കയറത്തില്ല. ആരെങ്കിലും ഫോട്ടോ എടുത്ത് സേവ്യർ ജെയിംസും ഇതിനകത്ത് കയറിയിരുന്നു എന്ന് പറഞ്ഞത് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ ഈ സ്നേഹിതനും കൂടെ ആ സ്ഥലത്ത് ചെന്ന് ആ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ കാറിനകത്ത് തന്നെ ഇരുന്ന് അവിടെ നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഒരു 10-15 മിനിറ്റ് അറ്റൻഡ് ചെയ്തു. എസെക്കിയേൽ 47-ാം അധ്യായത്തിൽ നിന്നാണ് ആ പ്രസംഗകൻ പ്രസംഗിക്കുന്നത്. പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. You won't believe what he was doing. ആ വന്നിരിക്കുന്ന ആളുകളെ മുഴുവനും ഇയാൾ കമത്തി കടത്തിയിരിക്കുക. അവരിയ്ക്കുന്ന പന്തലിൽ കമത്തി കിടത്തിയിട്ട് അവരോട് പറയാണ്, നീന്തിക്കോ, നീന്തിക്കോ, പരിശുദ്ധാത്മാവ് നിങ്ങളകത്തോട്ട് കയറും. ഇങ്ങനെ വ്യാജവും പരിഹാസ്യവും നിന്ദ്യവുമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരിമാർ, പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാസ്റ്റർ എന്താ ഞങ്ങളെ ചൂണ്ടി പറയുന്നത്? നിങ്ങളെ ചൂണ്ടി പറയണമെന്ന തിരുവെഴുത്ത് പറയുന്ന സ്ത്രീകളെയാണ് വ്യാജപ്രവാചകന്മാരും ദുരുപദേശകരും
ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത്. തിരുവെഴുത്ത് വാക്യങ്ങൾ നിരവധി എടുത്തു തരാം. പൗലോസ് പറഞ്ഞ അതിലൊരു വാക്യം, ബുദ്ധികെട്ട വീടുകളിൽ നുഴഞ്ഞു കയറി ബുദ്ധികെട്ട പെണ്ണുങ്ങളെ വശത്താക്കുന്നവർ എന്നാണ്. Please understand, I am not underestimating sisters. But the emotional level, എന്നൊക്കെ ഒരു ഒത്തിരി വാക്യങ്ങൾ എടുത്തു സ്ഥാപിക്കാം. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഓഫ് വിമൻ ഈസ് മോർ ദാൻ മെൻ. ഏത് ആത്മീയ സംഘങ്ങളിലും, ഏത് മതത്തിന്റെ ആത്മീയ സംഘങ്ങളിലും ഏറ്റവും കൂടുതൽ പോകുന്ന സ്ത്രീകളാണ്. കർത്താവിന്റെ അടുക്കലും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. കാരണം സ്ത്രീകൾക്ക് സ്വാഭാവികമായും ഭക്തി എന്നതൊരു വലിയ ഫാക്ടറാണ് പുരുഷന്മാരെക്കാൾ. അതിനെ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. ഞാൻ ആവർത്തിക്കുന്നു, ആരെന്ത് ചെയ്താലും, ആരെന്ത് പ്രസംഗിച്ചാലും, എന്തു വലിയ അത്ഭുതം കാണിച്ചാലും, തിരുവെഴുത്തിലില്ലാത്തത് പറഞ്ഞാൽ അതിൻ്റെ പരിസരത്ത് പോലും പോകരുത്. പരിശുദ്ധാത്മാവ് നദിയാണ്. ഒരു ദൈവസഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ലിമിറ്റ് കൽപ്പിച്ചാൽ ആ സഭയുടെ ചൈതന്യം നഷ്ടപ്പെടും. ഞാൻ ഇന്ന് രാത്രി എന്നെ ക്ഷണിച്ച ഈ ദൈവസഭയോട് പരിശുദ്ധാത്മാവിൽ ആലോചന പറയുകയാണ്. പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു വാക്കുപോലും ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരരുത്. പ്രോഗ്രാം ഓറിയന്റഡ് ആയിരിക്കരുത് നമ്മുടെ ശുശ്രൂഷകൾ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കണം. Allow Holy Spirit to work. സമയം പരിശുദ്ധാത്മാവിന് അനുവദിച്ചാൽ സമയമൊക്കെ പോകും. സമയമൊന്നും ആരും നോക്കത്തില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും സമയബന്ധിതമായി ചെയ്യേണ്ടി വരും. അത് മനസ്സിലാകാതല്ല ഞാൻ പറയുന്നത്. ശുശ്രൂഷകന്മാർക്ക് പ്രഷറുണ്ട് സമയബന്ധിതമായി ശുശ്രൂഷകൾ അവസാനിപ്പിക്കാൻ. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ, ദൈവാത്മാവാണ് ഭരിക്കുന്നതെങ്കിൽ സമയത്തെക്കുറിച്ച് ആരും പരാതി പറയില്ല. ഞാൻ കഴിഞ്ഞ 3 ദിവസം അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ് 4 ദിവസം ശുശ്രൂഷിക്കുകയായിരുന്നു. ശനിയാഴ്ച രാത്രിയിലെ യോഗം, ആ പിള്ളേര് പാടിയ ഒരു പാട്ടിൽ നിന്നാണ് എൻ്റെ ദൂത് എനിക്ക് ലഭിച്ചത്. Pull down the grounds of tradition, break down the walls of religion. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പാട്ട്. മീറ്റിംഗ് എന്നോട് പറഞ്ഞ സമയം തീരുക, പക്ഷെ എന്നോട് ദൈവാത്മാവ് പറയുന്നുണ്ട് ഒരു ഓൾട്ടർ കോൾ കൊടുക്കാൻ. ഞാൻ ഓൾട്ടർ കോൾ ഒന്നും വളരെ വിരളമായി കൊടുക്കുന്ന ഒരു ഉപദേശി. എനിക്ക് അങ്ങനെയുള്ള വലിയ പ്രദർശനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്കറിയാം ഓൾട്ടർ കോൾ കൊടുക്കാതെ തന്നെ ദൈവാത്മാവ് ഇടപെട്ടാൽ ആളുകൾ മുന്നോട്ട് വരും. മാർട്ടിൻ ലോയിഡ് ജോൺസ് പറയുന്നത്, you allow Holy Spirit to make altar call, not you. എനിക്കത് വളരെ സ്വാധീനം ചെയ്ത ഒരു പ്രസ്താവനയാണ്. എൻ്റെ അകത്ത് ഭയങ്കര പ്രേരണയുണ്ട് പ്രാർത്ഥിക്കാൻ, ആളുകളെ മുന്നോട്ട് വിളിക്കാൻ. പക്ഷെ സമയം ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് കാണണോ എന്താ സംഭവിച്ചെന്ന്? ആ ചർച്ചിലെ പാസ്റ്റർ, ഞാൻ മെസ്സേജ് കഴിഞ്ഞ ഉടനെ, പാസ്റ്റർ എബി മാമൻ, എക്സലന്റ് മാൻ ഓഫ് ഗോഡ്, അദ്ദേഹത്തിനോട് ദൈവാത്മാവ് ഇടപെട്ടിട്ട് അദ്ദേഹം ഓൾട്ടർ കോൾ കൊടുത്തു. കൃത്യസമയത്ത് തീരേണ്ട മീറ്റിംഗ് വീണ്ടും അരമണിക്കൂർ കൂടെ മുന്നോട്ട് പോയി. ഞാൻ ഇന്ന് രാത്രി പറയുന്നു ദൈവസഭയോട്, allow your pastor
to minister in the spirit. എനിക്കറിയില്ല എന്തിനാണ് ഇത് പറയുന്നതെന്ന്. Allow him the freedom to minister in the spirit. പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ ഒഴുക്ക് ദൈവജനത്തിന്റെ ഇടയിൽ വന്നാലേ പുതിയ മത്സ്യങ്ങൾ വരികയുള്ളൂ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ ചത്തുപോകും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ചലനമില്ലാത്ത വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ ചത്തുപോകും. ചലിക്കുന്ന വെള്ളത്തിൽ മാത്രമേ പുതുമത്സ്യങ്ങൾ ഉണ്ടാകൂ. ദൈവസഭയിൽ ചലനാത്മകതയില്ലെങ്കിൽ പുതിയ ആത്മാക്കൾ വരില്ല. പിള്ളേരെ സ്നാനപ്പെടുത്തുന്ന പണി അല്ല ദൈവസഭയ്ക്ക്. അപ്പന്റെ അമ്മയുടെ മക്കളെ സ്നാനപ്പെടുത്തലല്ല ദൈവസഭ. അത് ചെയ്തോട്ടെ. പക്ഷേ പുതിയ കുടുംബങ്ങൾ പിശാചിനാൽ ബന്ധിതരായി കിടക്കുകയാണ് നമ്മുടെ ചുറ്റും ഭൂരിപക്ഷം മനുഷ്യരും. നിങ്ങളുടെ അകത്ത് ഭാരം തോന്നുന്നുണ്ടോ? നമ്മുടെ ചുറ്റും നടന്നു പോകുന്ന മനുഷ്യർ നരകത്തിലേക്കാണ് നടന്നു പോകുന്നത്. നരകത്തിലേക്കാണ് നടന്നു പോകുന്നത്. അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ദൈവം ആക്കി വെച്ച ജനമാണ് നമ്മൾ. We are called to make men and women free, to break the chains. ജലമായി തീരണം ദൈവസഭയിലെ ആരാധന, നദിയായി തീരണം. എന്താണ് അപ്പൊ ഈ നദിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അളക്കാൻ കഴിയാത്ത പരിശുദ്ധാത്മാ പ്രവാഹത്തെയാണ് നദി കാണിക്കുന്നത്. നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരു പ്രയോഗം? അവനിൽ അളവ് കൂടാതെയാണ് ആത്മാവിനെ നൽകിയത്. അളവ് കൂടാതെ. എൻ്റെ കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, ഞാൻ നിങ്ങളെ വളരെ ഒരു പിതൃതുല്യമായ വാത്സല്യത്തോടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളൊരു സന്ദേശം ഉണ്ടാക്കുന്നതൊന്നും മാധ്യമങ്ങളിൽ നിന്നുണ്ടാകുന്നതാകരുത്. അതൊന്നൊക്കെ ഇൻഫോർമേഷൻ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനാലായിരിക്കണം നിങ്ങളുടെ ശുശ്രൂഷകൾ മുഴുവനും. I repeat that statement. The Spirit of the Lord is wanting me to repeat. Allow the Spirit of God to work. Allow the Spirit of God to work in your home. Allow the Spirit of God to work in your personal life. ദൈവത്തിൻ മഹത്വം. പരിശുദ്ധാത്മാവാകുന്ന നദി ഒഴുകട്ടെ. And see, you should never be satisfied with the level of Holy Spirit dwelling in your life. You should never be satisfied. എനിക്ക് ഇത്രയും മതി. മാർട്ടിൻ ലൂഥറിന്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. മതി മതി എന്ന് പറയുന്ന മനുഷ്യ, നീ നശിക്കും. You need a contentment in your worldly needs. ഭൗതിക കാര്യങ്ങളിൽ ഒരു ഭക്തന്, ഒരു ക്രിസ്ത്യാനി കണ്ടന്റ് ആയിരിക്കും. പൗലോസ് അതിനാ പറയുന്നത്, എനിക്ക് ഭക്ഷിക്കാൻ കഴിക്കാതെ ഇരിക്കാം, സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും എനിക്കറിയാം. ഇന്നത്തെ ആളുകളെ പോലെ നിങ്ങൾ എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കുമ്പോൾ ഇന്ന ഇന്ന സാധനം വേണമെന്നും പറഞ്ഞ് ലിസ്റ്റൊന്നും അയക്കത്തില്ല യഥാർത്ഥ ആത്മീയൻ. ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത്, അമേരിക്കയിലെ ആളുകളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവർ ലിസ്റ്റ് അയക്കും അത്ര. എന്തൊക്കെയാണ് തനിക്ക് വേണ്ട, എന്താണ് കൺവീനിയൻസസ്. എന്നിട്ട് അവസാനത്തെ ചോദ്യം, നിങ്ങൾ എനിക്ക് എത്രയാണ് ഓണറേറിയം തരാൻ പോണത്? See how pathetic the situation is. നിങ്ങളുടെ മനസ്സിന്റെ മൂലയിൽ പോലും കയറരുത് പണത്തിനു വേണ്ടിയുള്ള ആഗ്രഹം.
ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. എൻ്റെ വീട്ടിൽ കൊണ്ട് നിനക്ക് നന്മ തരാൻ ദൈവം വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജലത്തിൻ്റെ റോള്, നേരത്തെ പറഞ്ഞ തീയുടെ അതേ ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, നദി അഴുക്കൊഴുക്കി കളയും, നദി ശുദ്ധീകരിക്കും, നദി ജീവൻ പകരും. എല്ലാ സംസ്കാരങ്ങളും വളർന്നത് നദിയുടെ സമീപത്താണ്. നദീ ജല സംസ്കാരം എന്നല്ലേ പറയുന്നത്. Every culture was born and grown on riversides. You look at the whole world, growth and freshness is seen only in the places where there is a river. ജീവൻ പകരും, ചൈതന്യം പകരും, ഫ്രഷ്നെസ് പകരും. മുഖത്തല്പം വെള്ളം കോരി ഒഴിച്ചാൽ ക്ഷീണം മാറുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ക്ഷീണം മാറ്റട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മടുപ്പ് മാറ്റട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ തൻ്റെ ചൈതന്യം കൊണ്ട് നിറയ്ക്കട്ടെ. Where Jesus went, wherever Jesus went, there you could see a freshness. അതിൻ്റെ അർത്ഥം ദൈവാത്മാവിൽ നിറയപ്പെട്ട ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസൻ ഒരു സ്ഥലത്ത് ചെന്നാൽ, ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ, ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നാൽ അവിടെ ജീവൻ വ്യാപരിക്കും, ചൈതന്യമുണ്ടാകും. പുതിയ ചെറുപ്പക്കാർക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ യൗവനകാലത്ത്, എൻ്റെ ജീവിതത്തിൽ ഇന്നും വീട്ടിൽ ദൈവദാസന്മാരെ വിളിക്കുക എന്ന് പറയുന്ന ഒരു ആനന്ദം. You may find lot of people who are not genuine. That's right, I do agree with that. But don't hesitate to call godly men and women. നമ്മുടെ വീട്ടിലൊരു ദൈവ പൈതൽ വരുന്നത്, നമ്മുടെ വീട്ടിലൊരു ദൈവദാസൻ വരുന്നത് എത്ര അനുഗ്രഹമാണ്. തിരുവെഴുത്തിൽ തെളിവില്ലേ? അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചു. അതൊക്കെ പഠിക്കണം നിങ്ങൾ. എബ്രഹാമിനെ അറിയത്തുപോലുമില്ല അവരാരാണെന്ന്. അവരെ വിളിച്ച് ഊണ് കൊടുത്താൽ എന്ത് കിട്ടുമെന്നും അറിയത്തില്ല, ഒന്നും കിട്ടണമെന്ന് പ്രതീക്ഷയില്ല. അവര് വീട്ടിൽ വന്ന് കയറിയത് കൊണ്ടാണ് അടുത്ത ആണ്ടിൽ സാറ ഗർഭിണിയായത്. Every child of God has great potential. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഒരു ദൈവപൈതലിനെ കുറിച്ച് പറയുന്ന അതിമനോഹരമായൊരു പ്രയോഗമുണ്ട്. You are inheritors of blessing. ഈ പ്രോസ്പെറിറ്റിക്കാര് പറയുന്ന കണക്കല്ല, പക്ഷെ വേദപുസ്തകത്തിൽ ഉണ്ട് പ്രോസ്പെറിറ്റി. നമ്മൾ പ്രോസ്പെറിറ്റിയുടെ പുറകെ പോവുകയല്ല, കർത്താവിന്റെ പുറകെ പോവുക. You will inherit a blessing. You will inherit a freshness. You will inherit motion. You will inherit movement in the spirit. Praise the Lord. അഞ്ചാമത്തെ പാഠം, എണ്ണ, ഓയിൽ എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ ഒരു ഒബ്ലിക്ക് ഇട്ടിട്ട് you can write anointment. Oil stands for anointment. എണ്ണ, അഭിഷേകം. അഭിഷേകമെന്ന് നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത്, സാധാരണഗതിയിൽ പറയുന്നത് അല്ല യഥാർത്ഥത്തിൽ അഭിഷേകത്തിന്റെ അർത്ഥം. അത് നമ്മൾ പരിശുദ്ധാത്മ സ്നാനം പഠിക്കുമ്പോൾ വിശദീകരിക്കാം. എബ്രായർ 1:9 എബ്രായ ലേഖനകർത്താവ് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട്
അഭിഷേകം ചെയ്യുന്നു. ഈ വാക്യം എന്തിനാണ് ഉദ്ധരിച്ചെന്ന് പറയാം. എണ്ണ ഒബ്ലിക് അഭിഷേകം അഥവാ എണ്ണ സമം അഭിഷേകം എന്നത് ഈ വാക്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവും. എണ്ണ കൊണ്ട്, ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നു. ലൂക്കോസ് 4:18 ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ, ശ്രദ്ധിച്ചു കേൾക്കണം വാക്യം, അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അകത്തു വരുന്നവനെ സുവിശേഷം അറിയിക്കാൻ കഴിയും. ഇനിയും വാക്യം പറയാം. ആക്ട്സ് 10:38 നമ്മൾ ഇതിനു മുമ്പ് ആ വാക്യം പഠിച്ചതാണ്. നസറേനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. 2 Corinthians 1:21 നമ്മെ അഭിഷേകം ചെയ്തത് ദൈവമല്ലോ. അഭിഷേകം എന്നത് എന്താണ്? ഇതിന്റെ അർത്ഥം എണ്ണ എന്തിനാണ്? എണ്ണയ്ക്ക് ഞാൻ 4 അർത്ഥങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി. എണ്ണ, ഒന്ന്, എണ്ണ അധികാരത്തിന്റെ അടയാളം. ഇപ്പൊ എണ്ണയെന്ന് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ അധികാരം എന്ന് എഴുതും. വാക്യം ശൗലിനെ തൈലപാത്രത്തിൽ നിന്ന് എണ്ണ ഒഴിച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. 1 Samuel 10:1 Saul was ordained as the king by anointing him with oil. അധികാരത്തെ കാണും. നിങ്ങൾക്ക് ശുശ്രൂഷയിൽ ഒരാത്മീയ അധികാരമുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരിക്കും. എല്ലാവർക്കും ശുശ്രൂഷിക്കാൻ കഴിയും, എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ ആത്മീയ അധികാരത്തോടെ ശുശ്രൂഷിക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം ഉണ്ടായിരിക്കും. 2, ശക്തിയെ കാണിക്കുന്നു തൈലം. 3, സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു. 4, സൗഖ്യത്തെ കാണിക്കുന്നു. നിങ്ങൾ രോഗിയായിട്ടുള്ളവൻ മൂപ്പന്മാരെ വിളിക്കട്ടെ, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. യാക്കോബിന്റെ ലേഖനത്തിലെ വാക്യം. എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്തുവിടാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അമേരിക്കയിലെ ദുരുപദേശകരുടെ രാജാക്കന്മാരിൽ ഒരാളായ ബെൻഹീൻ ഒരു സാധനം ഉണ്ടാക്കി, എന്നിട്ട് $100 വിൽക്കാൻ തുടങ്ങി. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ അത് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഭൂതം വരത്തില്ല. മീഡിയംസ് അല്ല ദൈവപ്രവൃത്തി ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. പൗലോസിന്റെ റൂമാല് വീണ് രോഗികൾ സൗഖ്യമായി നമ്മൾ വായിക്കുന്നു. പക്ഷെ പൗലോസ് റൂമാൽ ആർക്കും കൊടുത്തു വിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? റൂമാല് കൊടുത്തു വിട്ടില്ല പൗലോസ്. നോ, ശ്രദ്ധിക്കൂ, നോ മീഡിയം ഹാസ് any godly power. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം നോമിനൽ എപ്പിസ്കോപ്പൽ ചർച്ചസിൽ അവര് മീഡിയം ഉപയോഗിക്കുന്നു, പക്ഷെ അത് ദൈവവചനത്തിൽ അനുവദിച്ചിട്ടില്ല. എനിത്തിങ് യു ഡു ഷുഡ് ബി പ്രൂവൺ ഫ്രം ദ സ്ക്രിപ്ചർ. മറക്കരുത്, ഇതാണ് ഒരു ഫൗണ്ടേഷൻ. എന്ത് ചെയ്താലും വേദപുസ്തക വ്യവസ്ഥയിലായിരിക്കും. വേദപുസ്തക വ്യവസ്ഥയിലായിരിക്കും. അടുത്തത്,
പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ. നിങ്ങള് വീട്ടിൽ പോയി പുറപ്പാട് 30-ാം അധ്യായം വായിക്കണം. അവിടെ ഉപയോഗിക്കേണ്ട തൈലത്തിന്റെ കൂട്ട് കൃത്യമായി എഴുതിയിട്ടുണ്ട്. പഠിപ്പിക്കാൻ സമയമില്ല. അതിനൊക്കെ പല ആത്മീയ അർത്ഥങ്ങളുണ്ട്. മൂര് വേണം, ലവംഗം വേണം, വയമ്പ് വേണം, ഒലിവ് ഓയിൽ വേണം. അതെല്ലാം കൂടെ അരച്ചാണ് പുരോഹിതനെ തൈലാഭിഷേകം ചെയ്യും. ചുരുക്കത്തിൽ ഒരുവനെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരുവനെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എനിക്ക് നിർബന്ധമായിരുന്നു, എനിക്ക് പാസ്റ്ററൽ ഓർഡിനേഷൻ എൻ്റെ കണക്ഷൻസ് കൊണ്ട് ലഭിക്കരുത്. എനിക്ക് നിർബന്ധമായിരുന്നു ഒരു ദൈവദാസനോട് പരിശുദ്ധാത്മാവ് പറയണം സേവ്യർ ജെയിംസിനെ ഓർഡൈൻ ചെയ്യാൻ. അത് ആരുമായിട്ടെ. എന്നെ ഓർഡൈൻ ചെയ്ത വലിയ ദൈവമനുഷ്യനായ പാസ്റ്റർ ടി ജോസഫ് 1997 ഡിസംബർ 25-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, സേവ്യർ ജെയിംസ്, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ വേലയ്ക്ക് വേർതിരിക്കാൻ. ഞാൻ പറയാം എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളോട്, നെവർ മേക്ക് എനി ഹ്യൂമൻ എഫേർട്സ് in your ministry. Never make any human efforts. Allow God to work for you. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞാൻ അവസരം കൊടുത്താൽ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി അവിടുന്ന് ചെയ്യും. So oil stands for spiritual authority by the Holy Spirit. In short, എൻ്റെ ആഗ്രഹം ഇന്ന് ഈ സിംബൽസ് എല്ലാം അവസാനിപ്പിക്കണമെന്ന്. 6-ാമത്തെ പാഠം, മുദ്ര. ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് സീൽ, SEAL. എഫേസ്യർ 4:30, എഫേഷ്യൻസ് 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സീൽ എന്തിനാണ്? നമുക്കറിയാം, ഈ സ്വർണത്തിന് 911 ഹോൾ മാർക്ക്. It is a certification that this is purified. The seal of the Holy Spirit stands for purified certification. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കലും ഞാനൊരു ചെറുപ്പക്കാരനല്ല, ഒരു കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവൻ ഭയങ്കര ഭീതിയാണ് ഈ കുഞ്ഞിന്. 16 വയസ്സുള്ള 16-17 വയസ്സാണ്. അപ്പൊ അവൻ്റെ അകത്ത് കാണുമ്പോൾ എനിക്ക് ആത്മാവിൽ വിവേചിക്കാൻ പറ്റി. ഇതിനകത്ത് ഇങ്ങനെ ഫിയർ ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ഫിയർ. ഇപ്പൊ ഞാൻ അവനെ മാറ്റി നിർത്തി അവനോട് സംസാരിക്കാൻ തുടങ്ങി. He started opening up. അവൻ പറഞ്ഞ അവൻ്റെ കുഴപ്പങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനത്തെ വഷളത്തരമൊക്കെ കാണിക്കും എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. He was addicted to pornography from the age of 14. അതിനുശേഷമാണ് അവൻ സ്നാനപ്പെട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇപ്പോഴും ഫോൺ കാണുന്നുണ്ടോ?
പറഞ്ഞു, ഇല്ല പാസ്റ്റർ. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ നിന്നെ അലട്ടുന്നത്? അപ്പൊ അവന്റെ ഉത്തരം ശ്രദ്ധിച്ച് കേൾക്കാം നിങ്ങൾ. അവന്റെ ഉത്തരം, those past terrifying sins which I had done is haunting me, is troubling me. ഓർക്കുക, പഴയ പരാജയങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ച് നമ്മെ ക്ഷീണിപ്പിക്കാൻ, മടിപ്പിക്കാൻ പിശാച് നിരന്തരം ശ്രമിക്കും. പിശാചിനെ വിളിക്കുന്ന പേര് തന്നെ ഭോഷ്കിന്റെ അപ്പനെന്ന്, അപവാദിയെന്ന്, അക്യൂസർ. അതിനാണ് ഈ മുദ്ര. You are stamped as purified. Don't you feel joy in it? We made a lot of mistakes. We did a lot of sin. We went through so many things that God did not want us to do. But the Holy Spirit has marked His seal in our lives. ഇന്ന് രാത്രി പഴയ പാപങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. നിന്റെ ആ ഭീതി ഇന്ന് രാത്രി മാറിപ്പോകണം. I went through such sort of hauntings. ഞാൻ ചെയ്ത ഈ തെറ്റെല്ലാം കർത്താവ് ഓർത്ത് എന്നെ ശിക്ഷിക്കുമോ? എന്റെ പാപം അവൻ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എറിഞ്ഞു കളയും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദയ നമുക്ക് മനസ്സിലാക്കാനേ കഴിയില്ല. ദാവീദ് ദൈവത്തിന്റെ ദയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട്, എൻ്റെ വിചാരം ആ വനത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ആ യൗവനക്കാരൻ മലന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കി പറയുകയാണ്, ആകാശത്തോളം വലുതായ അങ്ങയുടെ ദയ. Because he can't find anything larger than the sky. He could not compare God's kindness with anything else, because sky was the largest that he could see in his life. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ദൈവമക്കളെ, ദൈവത്തിന്റെ ദയയുടെ വലിപ്പമാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ചിരിക്കാൻ ഹേതുവായി തീർന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, I am the least of the sinners. The more you realize the gravity of sin, the more you will realize the love of the Savior. പാപത്തിന്റെ ഭയങ്കരതയെ കുറിച്ചുള്ള ബോധം നമ്മുടെ അകത്ത് വർദ്ധിക്കും തോറും രക്ഷകന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എഴുതാം. എഫേസ്യർ 1:14 മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എഫേസ്യർ 1:13. മലയാളം വേദപുസ്തകത്തിൽ, in Malayalam Bible it's Ephesians 1:14. In English Bible it is Ephesians 1:30. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കും. You are stamped. When the enemy comes and tells you that you are not worthy, you should remind him, I am sealed by the Holy Spirit. It is God who has sealed me. Holy Spirit is God, right? It is God who has put his mark on me. I don't belong to you. I am a child of God. ഈ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം കൂടെ ഇതിനോട് ബന്ധപ്പെട്ടി. മാർട്ടിൻ ലൂതർ
മാഗ്ന കാർട്ട 95 പോയിന്റുകളുള്ള മാഗ്ന കാർട്ട എഴുതി പൂർത്തിയാക്കിയ ദിവസം പിശാച് ആൾ രൂപത്തിൽ തൻ്റെ മുറിയിൽ ചെന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് താൻ എഴുതി വെച്ച മാഗ്ന കാർട്ടയുടെ മുകളിലേക്ക് മാർട്ടിൻ ലൂതറിന്റെ പാപത്തിന്റെ ലിസ്റ്റ് ഇട്ടുകൊടുത്തു. എന്നിട്ട് ചോദിച്ചു, വാട്ട് റൈറ്റ് യു ഹാവ്? മാർട്ടിൻ ലൂതർ അന്താളിച്ചു പോയി, ഉത്തരം പറയാൻ കഴിയാതെ വിഷമിച്ചു പോയി. പെട്ടെന്ന് തന്റെ മേശപ്പുറത്തിരുന്ന ചുമന്ന മഷിക്കുപ്പി എടുത്ത് ആ ചുവന്ന മഷി അദ്ദേഹം പിശാചു വെച്ച പാപത്തിന്റെ ലിസ്റ്റിന്റെ മുകളിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു. ഇത് കേട്ട മാത്രയിൽ പിശാച് അലറി ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ വായിച്ചത്. Because that was the greatest transformation of the church that is going to happen in the history of mankind. എൻ്റെ പ്രായോഗികമായ ഒരു പാഠം പറയാം. നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ, നിങ്ങൾ 2024 ഞാൻ കർത്താവിന് വേണ്ടി ഇതൊക്കെ ചെയ്യും, ഞാൻ വേദപുസ്തകം എല്ലാ ദിവസവും വായിക്കും, ഞാൻ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കും, ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ സമയമെടുക്കും, ഞാൻ ചിലരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയും എന്നെല്ലാം നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ പിശാച് നിങ്ങളോട് പറയും, you are not fit for it, you are not worthy. എവിടെ ഒരാത്മീയമായ ചുവടുവെപ്പ് വെക്കാൻ ശ്രമിക്കുമോ അവിടെ പിശാച് നിങ്ങളെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കും. ഇന്ന് രാത്രിയിൽ പറയണം, എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. It shows his ownership. എഴുതേണ്ടവർക്ക് എഴുതാം. The seal shows his ownership. I belong to God and his security. പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കും. പരിശുദ്ധാത്മാവ് എനിക്ക് ആലോചന പറഞ്ഞു തരും. അതാ പറഞ്ഞില്ലേ, നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. When you walk in the Spirit, എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. When you walk in the Spirit of the Lord will tell you what to speak. The Spirit of the Lord will tell you where to go and where not to go. What a privilege, what a joy to live in the Spirit. ഏഴാമത്തെ പാഠം, അച്ചാരം. വായിച്ചാട്ടെ മോളെ ആ വാക്യം, അതൊരു മനോഹരമായ വാക്യം. 2 Corinthians 1:22. ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഏണസ്റ്റ്. ഏണസ്റ്റ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. The earnest is put in our heart. What is that earnest? Earnest is Holy Spirit. എന്താണ് ഈ ഏണസ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അമേരിക്കയിൽ എന്താ പറയുന്ന അറിയില്ല, നാട്ടിൽ EMD എന്ന് പറയും. നിങ്ങളൊരു ഗവൺമെന്റിന്റെ ഒരു കോൺട്രാക്ട് വർക്ക് എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ കോട്ട് ചെയ്യുമ്പം അതിന് നിങ്ങൾ EMD കൊടുക്കണം. EMD is earnest money deposit. EMD കൊടുത്താലേ നിങ്ങളുടെ ഓഫർ അവർ പൊട്ടിച്ചു പോലും നോക്കത്തു. It is a guarantee. Earnest means a guarantee. Earnest has two meaning. One is a guarantee and another is an advance for a bigger deal.
ഒരു വലിയ കാര്യത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ ചെറിയൊരു സംഭാവനയാണ് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ്. എന്താണത്? You are going to inherit a treasure. നിത്യത എന്നൊക്കെ പറഞ്ഞ എന്താണ്? നിത്യതയിൽ കർത്താവിനോട് ജീവിക്കാൻ പോവാണ്. You are going to see Jesus. You are going to inherit. ഞാൻ പറഞ്ഞില്ലേ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം വാക്യം. You are going to inherit a blessing. നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പം വീടും കാറും ഒക്കെ മേടിക്കുന്ന കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. Because we are so mean. We are so short-hearted. നമുക്ക് അതിനപ്പുറത്തൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. You are going to inherit heaven. You are going to inherit eternity. You are going to inherit the presence of God. You are going to inherit the presence of Jesus Christ. Which is, എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുന്നത്? പൗലോസ് പറയുന്നത് പറഞ്ഞു തീരാത്ത ദാനം, ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിചാരം നമ്മുടെ വീടും കാറും ആ ദാനം നല്ലല്ല. ഇറ്റ് ഈസ് എ സിംഗുലർ യൂസേജ്, ഏകവചനമാണ്. പറഞ്ഞു തീരാത്ത ദാനമായ യേശു ക്രിസ്തു. ജീസസ് ഈസ് ദ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് ദാറ്റ് വി ഗോട്ട്. അതിൻ്റെ ഏണസ്റ്റാണ് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയത്. So Holy Spirit gives us earnest of our inheritance. 2 കൊരിന്ത്യർ 5:5 ഇതിനോട് ചേർത്ത് എഴുതാം. 2 Corinthians 5:5 എടുക്കണ്ട കുഞ്ഞെ. ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവം. So Holy Spirit is only a small portion of a greater inheritance. Are you getting this? ഭൂമിയിൽ വെച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇൻഡെസ്ക്രൈബിൾ ആയ ഇൻഹെറിറ്റൻസിന്റെ അച്ചാരം മാത്രം. ഇറ്റ്സ് ഓൺലി a short experience of the inheritance that you are going to have. What a joy to be a Christian. What a honor to be a Christian. നാം ഇത് പഠിക്കുന്തോറും എന്നെ വീണ്ടെടുക്കാൻ ദൈവത്തിന് മനസ്സായല്ലോ എന്നത് ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. 8 മഴ. ഈ മഴ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നമ്മൾ നേരത്തെ പഠിച്ചതുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. ജലം ആയിട്ട് കണക്ട് ചെയ്യാം മഴയെ. യോവേൽ 2:23 അവ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുടെ വർഷവും പെയ്യിക്കുന്നുവല്ലോ. പത്രോസ് തന്റെ പ്രസംഗത്തിൽ യോവേൽ പ്രവാചകനെ ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് ആണ് നാം മനസ്സിലാക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഹോശേയ 6:3, ഹോശേയ 6:3 അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. അവൻ മഴ പോലെ വരും. നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു ശ്രദ്ധേയമായ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭൂമിയിൽ മഴയുണ്ടായിരുന്നില്ല. ഭൂമിയിൽ മഴയുണ്ടായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. യഹോവയായ ദൈവം
ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. മഞ്ഞു പൊങ്ങിയാണ് നിലത്തെ നനച്ചത്. മഴ എന്താണ് ചെയ്യുന്നത്? മഴയില്ലെങ്കിൽ കൃഷിയില്ല, മഴയില്ലെങ്കിൽ കൊയ്ത്തില്ല. നേരത്തെ പറഞ്ഞ നദിയുമായി ഇത് കണക്ട് ചെയ്യുമ്പോൾ, ദൈവസഭയുമായി ഇത് കണക്ട് ചെയ്യുമ്പോൾ, ദൈവസഭയ്ക്ക് കൊയ്ത്തു വേണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന മഴ വേണം. ദൈവസഭയിൽ കൊയ്ത്തെന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥം, പുതിയ ആത്മാക്കൾ ഉണ്ടാകണമെങ്കിൽ. നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ ആസ്ബറിയിലെ റിവൈവൽ. ഞാൻ ഇവിടുന്ന് 6 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ആസ്ബറിയിൽ പോയി അത് കണ്ടനുഭവിച്ചു. വെറുതെ പ്രസംഗിച്ച് നടന്നാൽ പോരല്ലോ, എന്താ ഇത് നടക്കുന്ന അറിയണ്ടേ. അവിടെ ആരും ഒരു പരസ്യവും കൊടുത്തല്ല ആയിരക്കണക്കിന് ആളുകൾ വന്നത്. അമേരിക്കക്കാരെ കുറിച്ചുള്ള എൻ്റെ വളരെ വികലമായ ധാരണകളെ ദൈവം പൊളിച്ചു കളഞ്ഞു. I was moved by the thirst of people for God. മറക്കരുത്. There is a generation who has a thirst for God. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് വളരെ വിനയത്തോടെ പറയട്ടെ, have a thirst, have a hunger for God. Have a hunger for God. മഴ പെയ്താൽ കൊയ്ത്തുണ്ടാകും. ഗ്രൗണ്ടിൽ നിന്നാണ് ഹോളിനകത്ത് സ്ഥലമില്ലാഞ്ഞിട്ടും മനുഷ്യർ ആരാധിക്കുന്നത്. I could see tears rolling down from each individual. ഞാൻ ആ ഹോളിൽ കയറുന്നതും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. The moment I entered that hole. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മഴ പോലെ ദൈവ സാന്നിധ്യം നമ്മുടെ ആലയങ്ങളിൽ ഉണ്ടാകട്ടെ. മഴ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. 2 പാഠങ്ങളുണ്ട്. I hope Pastor don't mind if I continue for few more minutes. Pastor Shibu. Yeah, Pastor. Yeah. 2-3 മിനിറ്റ് കൂടെ പോയിക്കോട്ടെ. Shall I complete this? Yes, please. Thank you. 9ാമത്തത് വീഞ്ഞ്, വൈൻ. 14 ഉണ്ട്, ഞാൻ 10 എടുത്തുള്ളൂ. എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെട്ട 10. വീഞ്ഞ പരിശുദ്ധാത്മ. എഫേസ്യർ 5:18 വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്യം. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നിട്ടൊരു സെമി കോളൻ ഇട്ടിരിക്കുക. വേദപുസ്തകത്തിലെ കോമയൊക്കെ സൂക്ഷിച്ചു നോക്കണം. Even a comma of the Bible will talk to you. എന്നിട്ട് പറയാണ്, ആത്മാവ് നിറഞ്ഞവരായി തീരണം. പരിശുദ്ധാത്മാവ് ഒരു ലഹരിയായി മാറും നിനക്ക്. ഞാൻ ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് നിനക്കൊരു ലഹരിയായി മാറും. എന്താണത്? ലഹരിയായി മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? Go back to Acts 2:13. ഈ 120 പേർ, അതിൽ കുറച്ച് പേര് അന്യഭാഷ പറഞ്ഞു, നല്ല കേട്ടോ. 120 പേരും അന്യഭാഷ പറഞ്ഞു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞെന്നായി. 120 പേരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചപ്പോൾ കണ്ടവർ പറഞ്ഞത്, Acts 2:13,
ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. The wine of Holy Spirit will refresh you. ആത്മാവ് നിറഞ്ഞവരായി തീരണം. പരിശുദ്ധാത്മാ നിറവ് വീഞ്ഞുമായി ദൈവവചനത്തിൽ പങ്കുവെക്കുകയാണ്. അല്പം വീഞ്ഞു കുടിച്ചോളൂ നീ, നിന്റെ അജീർണത നിമിത്തം എന്നാണ് പൗലോസ് തിമത്തിയോസിനോട് പറയുന്നത്. ഇത് വായിച്ച് കള്ളു കുടിക്കാനുള്ള ലൈസൻസ് ആണെന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അജീർണത മാറാൻ അർത്ഥം മനസ്സിലാക്കണം. അജീർണത എന്ന് പറഞ്ഞാൽ എന്താണ്? മാൽ ന്യൂട്രീഷൻ. നിനക്ക് ദൈവവുമായുള്ള പോഷകക്കുറവ് മാറ്റാൻ, ശ്രദ്ധിച്ചു കേൾക്കൂ, നിനക്ക് ദൈവവുമായുള്ള പോഷകക്കുറവ് മാറ്റാൻ പരിശുദ്ധാത്മാവ് മാത്രമേ മരുന്നായിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് മാത്രമേ. 10ാമത്തെ പാഠം, ഇതും ജലവുമായിട്ട് ചേർത്താം. ജലവും നദിയും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഒന്നിച്ച് ചേർക്കാം. മഞ്ഞ്, ഡ്യൂ. സാംസ് 13:3, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ്. സിയോൻ പർവ്വതം ദൈവ സാന്നിധ്യത്തിന്റെ പർവ്വതം. ഹോശേയ 14:5, ഹോശേയ 14:5, ഞാൻ ഇസ്രയേലിന് മഞ്ഞുപോലെയായിരിക്കും. എന്താണിത്? മഞ്ഞ്. മഞ്ഞ് റിഫ്രഷിംഗ് ഇഫക്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. റിഫ്രഷിംഗ് ഇഫക്റ്റ്. ഹോളി സ്പിരിറ്റ് റിഫ്രഷ്. ഇപ്പൊ 10 പാഠങ്ങൾ നാം അവസാനിപ്പിച്ചു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. 1 പ്രാവ്, 2 തീയ്, 3 കാറ്റ്, 4 ജലം, 5 തൈലം, 6 മുദ്ര, 7 അച്ചാരം, 8 മഴ, 9 വീഞ്ഞ്, 10 മഞ്ഞ്. ഒരു പാഠം കൂടെ, ശ്രദ്ധേയമേറിയൊരു പാഠം കൂടെ പറഞ്ഞ അവസാനം. ചില ആളുകൾ നാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് എന്ന് പഠിപ്പിക്കാറുണ്ട്. വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. എവിടെയാണ് അവിടെ വായിക്കുന്നത്? ആക്സ് 2:3 പറയുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. നാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമല്ല എന്നതിന് എങ്ങനെയാണ് നാം പ്രൂവ് ചെയ്യുന്നത്? Because nowhere else in the scripture Holy Spirit is shown as tongues. ഇതാണ് സ്പെക്യുലേറ്റീവ് ഇന്റർപ്രിട്ടേഷന്റെ മറ്റൊരു നല്ല ഉദാഹരണം. ഒരു വാക്യം എടുത്തിട്ട് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുക. തീയാണ് പരിശുദ്ധാത്മാവെന്ന് എവിടെയാ? തീയെ പോലെയാണെന്ന് 1 തെസ്സലോനിക്കർ 5:19 പറയുന്നുണ്ട്, ആത്മാവിനെ കെടുക്കരുത്. സോ നമുക്കത് പ്രൂവ് ചെയ്യാനുള്ള വാക്യമായി. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാഠങ്ങളിൽ നിന്ന് കിട്ടുന്ന ക്യുമുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. ഈ 3 വാക്കുകൾ നിങ്ങൾ മറക്കരുത്. സ്പെക്യുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ, കോണ്ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ, ക്യുമുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. ഞാൻ ഇന്നത്തെ പാഠം അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി ഈ 10 പാഠങ്ങളിൽ നിന്നും നമ്മുടെ അകത്ത് ഒരു വലിയ ആശ ഉണ്ടാകണം. യു ആർ സീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്.
Holy Spirit is the earnest for you. God wants you to live in the Spirit. ദൈവം നാം ആത്മാവിനാൽ ജീവിക്കപ്പെടണമെന്ന് സമ്പൂർണമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ അവസാന മൊഴി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കാത്തിരിക്കാൻ പറഞ്ഞത്. When you finish today's class, develop a desire, a passion, a hunger for Holy Spirit to work in our churches, in our congregations. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു പെന്തക്കോസില്ല. നമുക്ക് പിന്നാലെ പഠിക്കാം. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒക്കെ വെബ്സൈറ്റിൽ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ കൃത്യമായി പഠിക്കാം. ഇന്ന് രാത്രിയിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരാത്മസാന്നിധ്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹം നിങ്ങളുടെ അകത്ത് ജനിച്ചാൽ ഞാൻ തൃപ്തനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഡിയർ പാസ്റ്റർ. Thank you, Pastor Xavier James, again for a wonderful class tonight. What a great revelation that you provided for us with your deep study. I know that you have spent countless hours to get us this wonderful word. May God bless you abundantly. And brothers and sisters, this is my desire that we all understand the fullness of the Holy Spirit and how God can use us in 2024 to come closer to Him. I pray that this Bible study is a blessing to you, and please come back again tomorrow, same time at 7 p.m., and we will hear more about the Holy Spirit. Thank you. May God bless you.